ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ തീവ്രവാദ ബന്ധം ആരോപിച്ച് വീണ്ടും മാളിയേക്കൽ എ.പി. സുന്നി നേതാവ് സുലൈമാൻ സഖാഫി. കശ്മീർ താഴ്വരയിൽ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചു. അല്ലാഹ് ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകി. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്കു പ്രധാനമെന്നും സഖാഫി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സെയ്ദ് ചേരുന്നു. അനൽക, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സുലൈമാൻ സഖാഫി ഉയർത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങൾ, വാദങ്ങൾ? അതായത് സുന്നി കാന്തപുര വിഭാഗത്തിലെ SOS-ന്റെ യുവജന സമ്മേളനത്തിൽ A.P. അബൂബക്കർ മുസ്ലിയാറും അതുപോലെ തന്നെ AP വിഭാഗം സംസ്ഥാന നേതാവായിട്ടുള്ള സുലൈമാൻ സഖാഫിയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. സുലൈമാൻ സഖാഫി ആ വേദിയിൽ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന 9 തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പത്രത്തിനോടനുബന്ധിച്ചിറക്കിയ പുസ്തകത്തിലുണ്ട് എന്നാണ് സഖാഫി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ആ വിമർശനം സുലൈമാൻ സഖാഫി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും തുടരുകയാണ്. അതായത് ഈ കാശ്മീർ താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൽ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുകൂല ഗ്രൂപ്പാണെന്നും ഇതിനു പുറമെ അല്ലാഹ് ടൈഗേഴ്സ് എന്നൊരു രൂപത്തിന്, അതായത് ഒരു സായുധ വിഭാഗത്തിന് ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാശ്മീരിലെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളെ ഏകോപിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് വലുതാണെന്നൊരു വിമർശനം, അതിരൂക്ഷമായിട്ടുള്ള വിമർശനവും സുലൈമാൻ സഖാഫി ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ 13 സംഘടനകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കാശ്മീരിൽ ഒരു സ്വതന്ത്ര പ്രസ്ഥാനമുണ്ട്, സായുധ വിഭാഗമുണ്ട്. അതിനും ആ മുന്നണിക്ക് രൂപം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ള വിമർശനം ഇവിടെ അദ്ദേഹം വെക്കുന്നു. അതോടൊപ്പം തന്നെ കാശ്മീരിലെ സായുധ മേഖലയിൽ വിവിധ സംഘടനകൾ തമ്മിൽ രൂപം നൽകിയിട്ടുള്ള മുത്തഹിദ ജിഹാദ് കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ഡാറും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണെന്നൊരു ആരോപണം ഇവിടെ കാണുന്നു. അത് സംബന്ധിച്ച് തെളിവ് ജമാഅത്തെ ഇസ്ലാമിയുടെ 50-ാം വാർഷിക പതിപ്പിൽ പേജ് 146-ലുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജമാഅത്ത് രാഷ്ട്രീയത്തിന്റെ ആശയാടിത്തറ നിലകൊള്ളുന്നത് ഈ തീവ്രവാദത്തിലാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത അളവിൽ തീവ്രവാദത്തെ പ്രയോഗിക്കുക എന്നതാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തു പോരുന്നത് എന്നാണ് സുലൈമാൻ സഖാഫി പറയുന്നത്. അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഫലസ്തീനിലെ ഹമാസും ഈജിപ്തിലെ ബ്രദർഹുഡും കാശ്മീരിലെ തീവ്രവാദ ഗ്രൂപ്പുകളും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും അൽ-ഖായിദ, ബൊക്ക ഹറാം ഉൾപ്പെടെയുള്ള ആഗോള തീവ്രവാദ സംഘടനകളുടെ ഒക്കെയുമായി അതിന്റെ ഒക്കെ ഒരു ഏകദേശം ഈ ജമാഅത്ത് ഇസ്ലാമി സാമ്യം പുലർത്തുന്നതാണ് സുലൈമാൻ സഖാഫി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം കോഴിക്കോട് നിന്ന് അനൽക സെയ്ദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.